എല്ലാവർക്കും സിനി സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹിറ്റ്മാൻ എന്ന ഗെയിം സീരീസിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഹിറ്റ്മാൻ ദി ഏജന്റ് 47 എന്ന സയൻസ് ഫിക്ഷൻ സിനിമയെക്കുറിച്ചാണ്. കൊല്ലുക എന്നൊരു ലക്ഷ്യത്തിനുവേണ്ടി ഏജന്റ്സ് എന്ന അസാസിനുകളെ ജനിതകപരമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഏജന്റ് പ്രോഗ്രാം. ലിറ്റ്വെങ്കോ എന്നൊരു സയന്റിസ്റ്റ് ആയിരുന്നു ഇതിന്റെ പിന്നിൽ. ഇവർക്ക് സാധാരണ മനുഷ്യരുടേതുപോലെ ഭയം, വേദന തുടങ്ങിയ വികാരങ്ങൾ ഒന്നും ഉണ്ടാകില്ല. തന്റെ സൃഷ്ടികളുണ്ടാക്കിയ നാശം കണ്ട് മനം മടുത്ത ലിറ്റ്വെങ്കോ എല്ലാം ഉപേക്ഷിച്ച് എവിടെയോ അപ്രത്യക്ഷനായി. അങ്ങനെ ഏജന്റ് പ്രോഗ്രാം നിർത്തിവെക്കപ്പെട്ടു. പിന്നീട് പലരും ഈ പ്രോഗ്രാം വീണ്ടും തുടങ്ങാൻ ശ്രമിച്ചെങ്കിലും എല്ലാം പരാജയപ്പെട്ടു. അങ്ങനെ സിൻഡിക്കേറ്റ് ഇന്റർനാഷണൽ എന്നൊരു കമ്പനി ആൽബർട്ടോ ഡെൽഡ്രിയഗോയുടെ സഹായത്തോടെ ലിറ്റ്വെങ്കോയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷെ അതും വിജയിച്ചില്ല. അങ്ങനെയിരിക്കെ അവർ കാറ്റിയ എന്നൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. ഇവർ ലിറ്റ്വെങ്കോയെ കണ്ടുപിടിക്കാൻ തങ്ങളെ സഹായിക്കുമെന്നും അവർ കരുതി. ഓസ്ട്രിയയിലെ സിൻഡിക്കേറ്റിന്റെ ലാബ് ഫെസിലിറ്റിയിൽ ഡെൽഡ്രിയഗോ കാറ്റിയയുടെ ഫോട്ടോ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഫോട്ടോ ജർമ്മനിയിലുള്ള ഒരു സ്ത്രീയുമായി മാച്ച് ആവുന്നുണ്ട്. ആ സമയം തലയ്ക്ക് പിന്നിൽ ഒരു ബാർകോഡ് ഉള്ളയാൾ അവരുടെ സിസ്റ്റത്തിലേക്ക് വൈറസിനെ കടത്തിവിടുന്നു. അത് ആ ഫെസിലിറ്റി ഉപേക്ഷിക്കുവാനുള്ള അലാറം ട്രിഗർ ചെയ്യുന്നു. ഡെൽഡ്രിയഗോ തന്റെ ബോഡി ഗാർഡുകൾക്കൊപ്പം പുറത്തേക്കിറങ്ങുമ്പോൾ അവരുടെ കാറിലേക്ക് ചില ട്രാക്കറുകൾ അറ്റാച്ച് ചെയ്യപ്പെടുന്നു. അയാൾ കൂട്ടത്തിലുള്ള കാറുകൾ ഒന്നൊന്നായി തകർക്കുന്നു. ഡെൽഡ്രിയഗോ തന്റെ ഗാർഡുകൾക്കൊപ്പം ഒരു സേഫ് ഹൌസിലെത്തി. അവിടെ രണ്ടുപേർ കുറെ മോണിറ്ററുകൾ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇതാരാണ് ചെയ്യുന്നത്? എനിക്ക് അപ്ഡേറ്റ് തരൂ എന്ന് അയാൾ അവരോട് ചോദിച്ചു. പക്ഷെ അവിടെ നിന്നൊരു അനക്കവുമില്ല. അവർ രണ്ടുപേരും തലക്ക് വെടിയേറ്റ് മരിച്ചിരുന്നു. പെട്ടെന്ന് ആ സ്ക്രീനുകൾ എല്ലാം ഓഫായി. പിന്നെ ഡെൽഡ്രിയഗോയുടെ കൂടിയുള്ള രണ്ടുപേരെയും ആരോ വെടിവെച്ചു കൊന്നു. അയാൾ നോക്കുമ്പോൾ ഏജന്റ് 47 ഒരു തോക്കു ചൂണ്ടിക്കൊണ്ട് അടുത്തിരിപ്പുണ്ട്. ഏജന്റ് ചോദിച്ചു, എവിടെയാണ് കാറ്റിയ? ആദ്യം അയാൾ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഏജന്റ് അയാളുടെ നേരെ കത്തി ചൂണ്ടി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്റെ ഉള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചിപ്പ് നിൽക്കും. ആ ഡോർ തുറന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് ഇങ്ങോട്ട് വരും. പക്ഷേ ഏജന്റിന് അനക്കമില്ലെന്ന് കണ്ടപ്പോ അയാൾ സത്യം പറഞ്ഞു. അവരെ ബെർലിനിലാണ് കണ്ടത്. പിന്നെ പോലീസിന്റെ ഡേറ്റാബേസ് ആക്സസ് ചെയ്യാനുള്ള കോഡും പറഞ്ഞുകൊടുത്തു. ഏജന്റ് പുറത്തേക്കിറങ്ങാൻ നേരത്ത് അയാൾ ഒരു സീക്രട്ട് ഡോർ തുറന്ന് അവിടുന്ന് കുറച്ചു വെപ്പൺസ് എടുക്കാൻ നോക്കി. പക്ഷെ ഡോർ തുറന്നപ്പോ അതൊരു ബോംബ് ട്രിഗർ ചെയ്തു. അപ്പോഴുണ്ടായ പൊട്ടിത്തെറിയിൽ അയാൾ മരിക്കുകയും പിന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം അങ്ങോട്ട് വന്നു. പക്ഷേ ഏജന്റ് അവരെയെല്ലാം ഒന്നൊന്നായി കൊന്നുകളഞ്ഞു. ഇതിനുശേഷം സിംഗപ്പൂരിലെ സിൻഡിക്കേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു മെസ്സേജ് വരുന്നു. ഏജന്റ് ഡെൽഡ്രിയഗോയെ കൊന്നിരിക്കുന്നു. അയാൾ പറഞ്ഞു, ഏജന്റിന് മുന്നേ നമുക്ക് കാറ്റിയെ കണ്ടുപിടിക്കണം. കാറ്റിയ ഈ സമയം ബെർലിനിലുള്ള ഒരു ആക്കായ സ്റ്റോറേജിൽ ലിറ്റ്വെങ്കോയുടെ ഫോട്ടോ ഉപയോഗിച്ച് അയാൾ എവിടെയുണ്ടെന്നറിയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവർക്ക് ആ ഫോട്ടോയിലുള്ള ആളുടെ പേരോ വിലാസമോ അറിയില്ല. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ലേഡി അവരെ തിരിച്ചയച്ചു. പിന്നീട് കാറ്റിയ ഒരു കള്ള പാസ്പോർട്ട് ഒപ്പിക്കുന്നു. പക്ഷേ അവളെ ഒരാൾ പിന്തുടരുന്നുണ്ട്. അവൾ പാസ്പോർട്ട് വാങ്ങി തിരിച്ചിറങ്ങുമ്പോൾ അവൾക്ക് അടുത്തുള്ള വീടുകളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് കാറ്റിയ പ്രത്യേക കഴിവുകളുള്ളയാളാണെന്ന് കാണിക്കുന്നു. ഏജന്റ് പോലീസിന്റെ ഡാറ്റാബേസ് ആക്സസ് ചെയ്ത് കാറ്റിയയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. അയാൾക്ക് താൻ ജോലി ചെയ്യുന്ന ഇന്റർനാഷണൽ കോൺട്രാക്ട് ഏജൻസിയിലെ ഡയാനയിൽ നിന്ന് ഒരു കോൾ വരുന്നു. സിൻഡിക്കേറ്റിന്റെ ഒരു ഏജന്റ് അവരുടെ പിറകെയുണ്ട്. കാറ്റിയയെയും അയാളെയും ഇല്ലാതാക്കണം. അതാണ് ഏജന്റ് 47ന്റെ മിഷൻ. അയാൾ തന്നെ തേടിവരുന്നത് കാറ്റിയയ്ക്ക് ഒരു വിഷൻ പോലെ കാണാൻ പറ്റുന്നുണ്ട്. 47 അവളുടെ മുറിയിൽ എത്തുമ്പോഴേക്കും അവൾ അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു മാപ്പ് വഴി അവൾ സബ്വേ സ്റ്റേഷനിലേക്കാണ് പോയതെന്ന് മനസ്സിലായി. സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ജോൺ സ്മിത്ത് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ അവളെ സമീപിച്ചു. നിനക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ എന്റെ കൂടെ വരിക. പിന്നെ 47നെ കാണിച്ചിട്ട് പറഞ്ഞു, ആ വരുന്നയാളുടെ ലക്ഷ്യം നിന്നെ കൊല്ലുകയാണ്. ആദ്യം അത് വിശ്വസിച്ചില്ലെങ്കിലും 47 അപ്പോഴേക്കും അവിടെയെത്തി അവരുടെ നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അവർ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അയാൾ അവരുടെ പിന്നാലെ തന്നെയുണ്ടായിരുന്നു. കാറ്റിയയെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്മിത്ത് പിറകിൽ നിന്ന് വന്ന് ഏജന്റിനെ തള്ളിയിട്ടു. രണ്ടുപേരും ഒരു ട്രെയിനിന് മുകളിലേക്കാണ് വീണത്. അവിടെ വെച്ച് രണ്ടുപേരും ഏറ്റുമുട്ടിയെങ്കിലും ഏജന്റിനെ വെട്ടിച്ച് സ്മിത്ത് അവിടുന്ന് കടന്നുകളഞ്ഞു. അയാൾ കാറ്റിയയെയും കൂട്ടിയടുത്ത് കാത്തുകിടന്ന ഒരു കാറിലേക്ക് കയറി. അപ്പോഴേക്കും ഏജന്റ് അവിടെയെത്തി അതിന്റെ ഡ്രൈവറെ കൊന്നു. അവർ വണ്ടിയിൽ നിന്ന് പുറത്തു കടന്ന് അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കി. സ്മിത്ത് പറഞ്ഞു, ഞാൻ സിൻഡിക്കേറ്റ് ഇന്റർനാഷണൽ എന്ന കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിന്നെ പിന്തുടരുന്നയാൾ 47 എന്നു പേരുള്ള ഒരു ഏജന്റാണ്. ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ അയാൾ നിങ്ങളെ കൊല്ലും. അവർ നേരെ പോയത് അമേരിക്കയുടെ എംബസിയിലേക്കാണ്. ഏജന്റ് അവരെ പിന്തുടർന്ന് അവിടെയുമെത്തി. അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്മിത്തിനൊരു ഐഡിയ തോന്നി. അയാൾ ആകാശത്തേക്ക് വെടിവെച്ചു. അവിടുത്തെ സെക്യൂരിറ്റി അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോയി. എംബസിയുടെ തലവനായ സാൻഡേഴ്സ് കാറ്റിയയെ ചോദ്യം ചെയ്യുകയാണ്. തന്നെ ഒരാൾ കൊല്ലാൻ വേണ്ടി പിറകെയുണ്ടെന്നും സ്മിത്ത് തന്നെ അയാളിൽ നിന്ന് രക്ഷിച്ചതാണെന്നും അവർ പറഞ്ഞു. ആ സമയം 47 എംബസിയിലേക്ക് വന്നു. അയാളുടെ കൈയിലും സുട്ട്കേസിലും നിറയെ ആയുധങ്ങളുണ്ടായിരുന്നു. ഗാർഡ്സ് അയാളെ അറസ്റ്റ് ചെയ്ത് ഒരു മുറിയിൽ വിലങ്ങുവെച്ച് കെട്ടിയിട്ടു.
സാൻഡേഴ്സ് അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഏജന്റ് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഒരു പെൺകുട്ടിയുണ്ട്, അവരെ എന്റെ കൂടെ വിടുക, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ സാൻഡേഴ്സ് അത് ചിരിച്ചു തള്ളി. എന്റെ കയ്യിലാണ് തോക്കുള്ളത്, നിങ്ങൾ ഇവിടെ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏജന്റ് പറഞ്ഞു, അല്ല മിസ്റ്റർ സാൻഡേഴ്സ്, നിങ്ങളാണ് ഇവിടെ എന്റെയൊപ്പം ലോക്ക്ഡായി ഇരിക്കുന്നത്. പിന്നെ പെട്ടെന്നുള്ള ഒരു മൂവിൽ 47 ആ തോക്കിനെ ട്രിഗർ ചെയ്ത് തന്റെ വിലങ്ങുകൾ പൊട്ടിച്ച് സ്വതന്ത്രനായി. ഇതേ സമയം അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന സ്മിത്ത് ജനൽ തകർത്ത് പുറത്തു ചാടി. പിന്നെ കാറ്റിയെ രക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ സമയം ഏജന്റ് ഒരു ഗാർഡിന്റെ വേഷത്തിൽ അവിടെ നിന്ന് പുറത്തു കടക്കുമ്പോൾ പട്ടാളക്കാർ അങ്ങോട്ട് വന്നു. അതിൽ ഒരാൾക്ക് സംശയം തോന്നിയിട്ട് ഏജന്റിനെ തടഞ്ഞു. പക്ഷേ അയാളെ അടിച്ചു വീഴ്ത്തി ആ പട്ടാളക്കാരന്റെ വേഷത്തിൽ അവിടെ നിന്ന് പുറത്തു കടന്നു. ഈ സമയം സ്മിത്തും കാറ്റിയെയും ഒരു കാർ തട്ടിയെടുത്തു. സ്മിത്ത് അവളോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ലിറ്റ്വെങ്കോ നിങ്ങളുടെ അച്ഛനാണ്. കൊല്ലുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി മനുഷ്യരെ ക്ലോൺ ചെയ്ത് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ തലവനായിരുന്നു അയാൾ. അങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്നവരെ ഏജന്റ്സ് എന്ന് വിളിക്കും. അവരിൽ നിന്ന് പേടി, വേദന തുടങ്ങിയ എല്ലാവിധ വികാരങ്ങളും നീക്കം ചെയ്തിട്ടുണ്ടാവും. അവർ സാധാരണ മനുഷ്യരേക്കാൾ വളരെ ശക്തിയുള്ളവരും എല്ലാത്തിലും മികവുറ്റവരുമാണ്. ക്രൈറ്റൺ എന്നൊരു ഏജൻസി ആ പ്രോഗ്രാം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അവർ ഏജന്റുകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് നിങ്ങൾ വഴി നിങ്ങളുടെ അച്ഛനെ കണ്ടുപിടിക്കുകയും അങ്ങനെ 47 പോലെ മികച്ച ഏജന്റ്സിനെ നിർമ്മിക്കുകയുമാണ് അവരുടെ ലക്ഷ്യം. പിന്നീട് ഹോട്ടലിൽ വെച്ച് അയാൾ പറഞ്ഞു, കാറ്റിയയുടെ അച്ഛൻ അവളുടെ ജനിതക ഘടന മാറ്റി സർവൈവ് ചെയ്യാനുള്ള അവളുടെ കഴിവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാറ്റിയയുടെ അടുത്ത് ഒരു മാപ്പുണ്ട്. ലിറ്റ്വെങ്കോയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൾ പലപ്പോഴായി തയ്യാറാക്കിയതാണത്. ലിറ്റ്വെങ്കോയെപ്പറ്റി അറിയാവുന്ന വിവരങ്ങൾ വെച്ച് അയാൾ എവിടെയായിരിക്കുമെന്ന് അറിയാൻ ശ്രമിക്കുകയാണ്. ലിറ്റ്വെങ്കോക്ക് ലങ് ക്യാൻസറാണ്. അവസാനമായി കണ്ടത് സൗത്ത് കൊറിയയിലെ ഒരു ആശുപത്രിയിൽ വെച്ചാണ്. അയാൾക്ക് ഓർക്കിഡുകൾ ഇഷ്ടമാണ്, പിന്നെ തമിഴ് ഭാഷയും അറിയാം. ഇത്രയും ഡീറ്റെയിൽസ് വെച്ച് കാറ്റിയയ്ക്ക് ലിറ്റ്വെങ്കോയുടെ ലൊക്കേഷൻ മനസ്സിലാവുന്നുണ്ട്. സ്മിത്ത് അവളോട് അത് ചോദിച്ചെങ്കിലും ആ സമയം ഒരു കോൾ വന്നപ്പോൾ അതെടുക്കാൻ സ്മിത്ത് അങ്ങോട്ട് പോയി. ആ സമയം 47 അങ്ങോട്ട് വന്ന് സ്മിത്തിനെ വെടിവെച്ച് കൊന്ന് കാറ്റിയെയും കൊണ്ടുപോയി. കാറ്റിയയെ ഒരു കസേരയോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ്. 47 അവളോട് പറഞ്ഞു, നിന്നെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നീ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. എന്റെ കൈ പിടിച്ചിട്ട് നിന്റെ ഓർമ്മകളെ വിശ്വസിക്കുക. അങ്ങനെ ചെയ്തപ്പോൾ കാറ്റിയ അവളുടെ പഴയ കാലം കാണാൻ തുടങ്ങി. 47ഉം കാറ്റിയയും ഏജന്റ് പ്രോഗ്രാമിലുള്ളവരായിരുന്നു. ലാബിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടക്ക് അവളുടെ അമ്മ കൊല്ലപ്പെട്ടു. ലിറ്റ്വെങ്കോ അവളെ ഒളിപ്പിച്ചതിനു ശേഷം അവിടുന്ന് രക്ഷപ്പെട്ടു. തന്റെ കെട്ടഴിച്ചു വിടാൻ പറഞ്ഞെങ്കിലും 47 അവളോട് സ്വയം രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് ഒരു ജെറ്റ് എഞ്ചിൻ ഓണാക്കിയതിനു ശേഷം അവിടുന്ന് പോയി. കാറ്റിയയുടെ ഉള്ളിലുള്ള അതിജീവിക്കാനുള്ള കഴിവ് ഉണർന്നു. അവൾ ആ കസേരയിലെ കെട്ടിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടു. 47 അവളോട് പറഞ്ഞു, നീയും ഞാനും ഒരേ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു, പക്ഷേ നീ എന്നെക്കാളും മികച്ചതാണ് എന്ന് മാത്രം. സബ്ജക്ട് 90 എന്നാണ് നിന്റെ യഥാർത്ഥ പേര്. നിനക്ക് ഈ കഴിവുകളുള്ള കാര്യം അവർക്കറിയില്ല. എങ്കിൽ നീ ആയിരുന്നേനെ അവരുടെ ലക്ഷ്യം. ആ സമയം സിൻഡിക്കേറ്റിന്റെ കമാൻഡോകൾ അവരെ വളഞ്ഞു. 47 ഒരു ജെറ്റ് എഞ്ചിൻ ഓണാക്കി. പിന്നെ അവരെയെല്ലാം കാറ്റിയയുടെ സഹായത്തോടെ ഒന്നൊന്നായി കൊന്നുകളഞ്ഞു. ഇതിനിടയിൽ കാറ്റിയ സ്മിത്തിനെ കണ്ടുമുട്ടി. അയാൾ അവളെ തലക്കടിച്ചു വീഴ്ത്തിയതിനു ശേഷം അവളുടെ അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ചു. പക്ഷേ ആ സമയം അങ്ങോട്ട് വന്ന 47നുമായി അയാൾ ഏറ്റുമുട്ടി. പക്ഷെ സ്മിത്ത് പഴയതുപോലെയല്ലായിരുന്നു. അയാൾക്കിപ്പോൾ നല്ല വേഗതയുണ്ട്. സ്മിത്ത് 47നെ വീഴ്ത്തി. ആ സമയം അങ്ങോട്ട് വന്ന കാറ്റിയ അടുത്തുള്ള ഒരു ചില്ലിലേക്ക് വെടിവെച്ചു. അത് തകർന്നപ്പോൾ അകത്തുള്ള ജെറ്റ് എഞ്ചിന്റെ ശക്തിയിൽ കമാൻഡോസെല്ലാം കൊല്ലപ്പെട്ടു. സ്മിത്ത് അവിടെ ബോധം കെട്ട് വീണു. സ്മിത്തിന് തന്റെ ചർമ്മവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു സുരക്ഷാ കവചമുണ്ട്. അതുകൊണ്ടാണ് 47ന്റെ വെടിയേറ്റിട്ടും അയാൾ മരിക്കാതിരുന്നത്. ലിറ്റ്വെങ്കോ സിംഗപ്പൂരിലാണുള്ളതെന്ന് കാറ്റിയയിൽ നിന്ന് 47 മനസ്സിലാക്കി. സിൻഡിക്കേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും സിംഗപ്പൂറാണ്. പക്ഷേ ഇത് ഡയാനയടക്കം കുറച്ചുപേർ കേൾക്കുന്നുണ്ടായിരുന്നു. അവർ മറ്റൊരു ഏജന്റിനെ കോൾ ചെയ്ത് സിംഗപ്പൂർ എത്തണമെന്ന് പറഞ്ഞു. കാറ്റിയയുടെ റൂം പരിശോധിച്ച സ്മിത്ത് ലിറ്റ്വെങ്കോ സിംഗപ്പൂരിലാണെന്ന് മനസ്സിലാക്കി. പിന്നെ ഇക്കാര്യം അവരുടെ സിംഗപ്പൂരിലെ ബോസിനെ വിളിച്ചു പറഞ്ഞു. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഏജന്റ് പറഞ്ഞു, ഇവിടത്തെ ക്യാമറകളെല്ലാം സിൻഡിക്കേറ്റിന്റെ നിരീക്ഷണത്തിലാണ്, അവയെ ഒഴിവാക്കുക. പിന്നെ അയാൾ വേറൊരു വഴിക്ക് തിരിഞ്ഞു. കാറ്റിയ ക്യാമറകളെയെല്ലാം വിദഗ്ധമായി വെട്ടിച്ചു പുറത്തു കടന്നു. അവിടെ 47 അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ എക്സിറ്റിന്റെ അവിടെയുള്ള ക്യാമറ അവളെ കണ്ടുപിടിച്ചിരുന്നു. പിറ്റേന്ന് ഹോട്ടലിൽ വെച്ച് കുറച്ചുപേർ അവരെ ആക്രമിച്ചു. അവിടെ നിന്നിറങ്ങുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് 47 തന്റെ കത്തി കൊടുത്തിട്ട് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അവന്റെ അൻഹേല വാങ്ങുന്നു. കാറ്റിയ ഒരു ഓർക്കിഡ് ഫാർമിൽ വെച്ച് അവളുടെ അച്ഛനെ കണ്ടുമുട്ടുന്നു. ആ സമയം 47ഉം അങ്ങോട്ട് വന്നു. പെട്ടെന്ന് അടുത്തുനിന്ന് 2 പേർ അവരെ ആക്രമിച്ചു. പക്ഷെ 47 അവർ 2 പേരെയും കൊന്നു. അവിടെ നിന്ന് കാറിൽ രക്ഷപ്പെടുമ്പോൾ സ്മിത്ത് അവരെ വളഞ്ഞു. അയാൾ ആ കെട്ടിടം ലോക്ക് ചെയ്തെങ്കിലും അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. 47 പറഞ്ഞു, സിൻഡിക്കേറ്റ് ചെയർമാനായ ആന്റോൺ തനിക്ക് വേണ്ടത് കിട്ടുന്നതുവരെ ഇത് നിർത്തില്ല. അയാൾ തന്റെ 41 എന്ന റൂമിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങാറില്ല. അതുകൊണ്ട് അയാളെ കൊല്ലാനും കഴിയില്ല. അതിനുവേണ്ടി ശ്രമിച്ച് ഇതുവരെ 41 ഏജന്റ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്.
വഴിയിൽ വെച്ച് സിൻഡിക്കേറ്റിന്റെ കമാൻഡോകൾ അവരെ വളഞ്ഞു. കാറിൽ നിന്നിറങ്ങിയ 47 അവരെ കൊന്നെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ലിറ്റ്വെങ്കോ വെടിയേറ്റു. 47 കാറ്റിയെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ലിറ്റ്വെങ്കോ സ്മിത്തിന്റെ പിടിയിലായി. അയാളെ സിൻഡിക്കേറ്റിന്റെ ഒരു സേഫ് റൂമിൽ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് അൻഡോയിൻ അങ്ങോട്ട് വന്നു. താൻ അവരുടെ ഏജന്റ് പ്രോഗ്രാമിൽ ചേരില്ലെന്ന് ലിറ്റ്വെങ്കോ തീർത്തു പറഞ്ഞു. 47 ആ കെട്ടിടത്തിന്റെ പുറത്തുനിന്ന് എമർജൻസി സർവീസിനെ വിളിച്ചു. ആ സമയം അയാൾ സിൻഡിക്കേറ്റിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഹാക്ക് ചെയ്ത് അൻഡോയിനോട് പറയുന്നു. കാറ്റിയ പ്രത്യേക കഴിവുകളുള്ള ആളാണെന്നും അവളുടെ DNA ഉപയോഗിച്ച് അയാൾക്ക് ഏജന്റുകളെ നിർമ്മിക്കാൻ കഴിയും. താൻ അവളെ വിട്ടുതരാം, പകരം ലിറ്റ്വെങ്കോയെ തനിക്ക് തരണം. അവർ ലിറ്റ്വെങ്കോയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. ഇതിനിടയിൽ അയാൾ തന്റെ അൻഹേലർ അവിടുന്നെടുത്തു. ആ സമയം ഒരു ഹെലികോപ്റ്ററിൽ കെട്ടിയിട്ട നിലയിൽ കാറ്റിയ അവർ നിൽക്കുന്ന മുറിയുടെ പുറത്തു വന്നു. അവൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ആ മുറിയിലേക്ക് ഹെലികോപ്റ്റർ ഇടിച്ചു കയറ്റി. ഇതിനിടയിൽ 47 എമർജൻസി സർവീസുകാർക്കിടയിലൂടെ അകത്തു കടന്നു. അൻഡോയിനും സംഘവും മുറിയിലെത്തുമ്പോൾ 47 അവരെയും കാത്ത് അവിടെയുണ്ടായിരുന്നു. അവിടെ വച്ചുള്ള സംഘട്ടനത്തിനിടയിൽ 47 സ്മിത്തിനെ കൊല്ലുന്നു. അപ്പോഴേക്കും കാറ്റിയ അങ്ങോട്ട് വന്നു. അവർ ലിറ്റ്വെങ്കോയെ രക്ഷിക്കാൻ വേണ്ടി മുകൾ നിലയിലേക്ക് നീങ്ങി. വഴിയിൽ അവർ നിരവധി ഗാർഡുകളെ കൊന്നു. അൻഡോയിൻ ലിറ്റ്വെങ്കോയെ പറക്കാൻ തയ്യാറായി നിന്നിരുന്ന ഒരു ഹെലികോപ്റ്ററിലേക്ക് കയറ്റി. അവിടെയെത്തിയ 47ഉം കാറ്റിയെയും ഗാർഡുകളെയെല്ലാം കൊന്നു. ഹെലികോപ്റ്റർ അപ്പോഴേക്കും പറന്നുയർന്നു. ഇതിനിടയിൽ ഒരാൾ അവിടെ കിടന്ന തോക്കെടുത്ത് കാറ്റിയെ വെടിവെച്ചു. ഇത് കണ്ട 47 അവൾക്ക് മുന്നിൽ കയറി നിന്നു. വെടിയേറ്റ് 47 തിരിഞ്ഞുനിന്ന് അയാളെ കൊന്നു. ഇതിനിടയിൽ ലിറ്റ്വെങ്കോ തന്റെ കയ്യിലിരുന്ന ഇൻഹേലർ അമർത്തി. അതൊരു ബോംബായിരുന്നു. ഹെലികോപ്റ്റർ തകർന്ന് ലിറ്റ്വെങ്കോയും അൻഡോയിനും കൊല്ലപ്പെട്ടു. ഈ സമയം 47 ഒരു കോൾ വന്നു. അയാൾ പറഞ്ഞു, ഫസ്റ്റ് ടാർഗറ്റ് അൻഡോയിൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഡയാന ചോദിച്ചു, അപ്പോ സെക്കൻഡ് ടാർഗറ്റ്? 47 കാറ്റിയെ ഒന്ന് നോക്കി, പിന്നെ ഫോൺ താഴേക്കെറിഞ്ഞു. കാറ്റിയെ 47ന്റെ നേരെ തോക്ക് ചൂണ്ടി, ഇത്രയും നാൾ നിങ്ങളുടെ ലക്ഷ്യം അൻഡോയിൻ ആയിരുന്നല്ലേ? 47 പറഞ്ഞു, അൻഡോയിനെ കൊല്ലുകയും അങ്ങനെ ഏജന്റ് പ്രോഗ്രാം എന്നേക്കുമായി നിർത്തുകയുമായിരുന്നു എന്റെ ലക്ഷ്യം. നിന്റെ കഴിവ് തിരിച്ചറിഞ്ഞാൽ അൻഡോയിൻ നിന്നെ വെറുതെ വിടുകയില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ലിറ്റ്വെങ്കോ അയാളെ കൊല്ലാൻ വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞത്. അവർ പുറത്തേക്കുള്ള ലിഫ്റ്റിലേക്ക് നടക്കുന്ന വഴി 47 പറഞ്ഞു, വലിയൊരു സംഘം ട്രെയിൻഡ് ഓപ്പറേറ്റീവ്സ് ഇപ്പോൾ ഇങ്ങോട്ട് വരും. കാറ്റിയ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റി, അതൊരാളെയുള്ളൂ. ലിഫ്റ്റിന്റെ ഡോർ തുറന്നപ്പോ അവിടെ 47 പോലെ മറ്റൊരു ഏജന്റ് നിൽക്കുന്നു. അയാളുടെ ബാർകോഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 48. ഏജന്റ് 48 പറഞ്ഞു, ഡയാന സേസ് ഹലോ.